സാമ്പത്തിക വിദഗ്ധ MG മല്ലിക തുടരുന്നുണ്ട്. ശ്രീ മല്ലിക, ഇവിടെ വലിയ രീതിയിലുള്ള വാഹനങ്ങൾക്കോ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കോ ഒരു വിലക്കുറവുണ്ടായതുകൊണ്ട് അതിന്റെ ഒരു നേട്ടം അത്രത്തോളം ജനങ്ങൾക്ക് എത്തണമെന്നില്ല. ഒരു സാധാരണക്കാരായ അല്ലെങ്കിൽ ഒരു താഴെക്കിടയിലുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് എത്രത്തോളം മാറ്റമുണ്ടാകും എന്നതാണ് അറിയേണ്ടത്. അവരുടെ വീട്ടിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ പച്ചക്കറി അടക്കമുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്കൊക്കെ വില കുറഞ്ഞേക്കുമെന്ന് പറയുന്നു. പക്ഷേ ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് നാളെ തൊട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്? സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മളിപ്പോ കേരളത്തില് ഭൂരിപക്ഷം വരുന്നതെന്ന് പറഞ്ഞാൽ ഇടത്തരക്കാരായിട്ടുള്ള ആളുകളാണെന്ന് വെച്ചാൽ ഒരു ഏറ്റവും താഴെത്തട്ടിൽ നിന്നും കുറച്ച് മുകളിലുള്ള ഇടത്തരക്കാരായ ആളുകളാണ്. സ്വാഭാവികമായിട്ടും ഈ ഇലക്ട്രോണിക് ഐറ്റംസ് ഇതേപോലെയുള്ള മധ്യവർഗ കുടുംബങ്ങളില് അത്യാവശ്യമാണ്. കാരണം നമ്മളുടെ ഇപ്പൊ ജനറൽ ആയിട്ടുള്ള ആളുകളുടെ ഒരു ജീവിത നിലവാരം ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, അവർക്ക് അറിയാം ഈ പറയുന്ന രീതിയിലേക്കുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ തന്നെ കുറവ് കിട്ടും. പക്ഷേ അതേസമയം തന്നെ കൃത്യമായിട്ടും എത്രയാണ് GST, അതിൻ്റെ അകത്തുള്ള കോസ്റ്റ് അല്ലെങ്കിൽ ഉൽപാദനത്തിന്റെ ചെലവ് എത്രയാണ്, ഈ രീതിയിലേക്ക് നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് വസ്തുക്കൾ പാക്കിംഗ് ഒക്കെ നടത്തുന്നതാണ്. കാരണം നമ്മൾ മെനു കോസ്റ്റ് എന്ന് പറയും. ഈ പറയുന്ന പാക്കിംഗ് ഒക്കെ തന്നെ അവര് 22-ന് ശേഷം തിരിച്ചിട്ട് അതിന്റെ പാക്കിങ്ങിന്റെ മുകളിൽ വേറൊരു വില ഇട്ടിട്ട് കൊടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ എല്ലാവരിലേക്കും അത് പൂർണ്ണാർത്ഥത്തിൽ എത്തിക്കൊള്ളണം. ഇതിൽ അവിടെയാണ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. കാരണം ഈ ടാക്സ് ആളുകളിൽ നിന്ന് പിരിച്ചിട്ട് പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യം കച്ചവടക്കാരെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിലേക്ക് ആളുകളിലേക്കാണല്ലോ അത് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം പിന്നീട് ഇവരെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവര് GST അടക്കുകയാണ് ചെയ്യുന്നത്. അടയ്ക്കുന്ന ആളുകൾ ഒന്നാണ്, അതേസമയം കൊടുക്കുന്ന ആളുകൾ വ്യത്യാസമാണ്. ഇതാണ് GST. അപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇന്നിപ്പോൾ ഷോപ്പിംഗ് മാളുകളിലായാലും കടകളിലായാലും ഒക്കെ ഈ പാക്കറ്റ് ഫുഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നേരത്തെയുള്ള അതായത് പഴയ GST പ്രകാരമാണല്ലോ അതിലൊക്കെ റേറ്റ് ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ നാളെ തൊട്ട് ആ കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇതിലെങ്ങനെയായിരിക്കും മാറ്റം വരിക? ബില്ലിംഗ് എങ്ങനെയായിരിക്കും? അതാണ് സ്വാഭാവികമായിട്ടും നാളെ മുതൽ വിൽക്കുന്ന വസ്തുക്കൾക്കൊക്കെ തന്നെ ഈ കുറവ് വരുമല്ലോ. അതിനനുസരിച്ചാണല്ലോ ഇവർ പേ ചെയ്യേണ്ടത്. കാരണം ഇവരുടെ സെയിൽസ് എന്ന് പറയുന്നത് 22 മുതൽ വരുന്ന അങ്ങോട്ടേക്ക് വരുന്ന സെയിൽസിന് എന്ത് ചെയ്യുന്നു, ഈ കുറവ് വരും. പക്ഷേ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒരു 5-6 മാസത്തേക്കൊക്കെ പോകുന്ന ഐറ്റംസ് ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വില ഇട്ടിട്ട് അല്ലെങ്കിൽ മുൻപുള്ള ഒരു വില ഇട്ടിട്ടാണ് നമ്മൾ വെക്കുക. അത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നുള്ള രീതിയിലേക്കാണ് വെക്കുക. വിലയിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലാണ് ഏറ്റവും ഉയർന്ന ഒരു വില ഇട്ടിട്ട് വെക്കുന്നത്. അതിന്റെ അകത്ത് GSTയുടെ അളവിലുണ്ടാവുന്ന ഈ കുറവ് വെച്ചുകൊണ്ട് കുറഞ്ഞിട്ടുള്ള ടാഗ് വെച്ചുകൊണ്ട് കൊടുക്കുമോ, അത്രമാത്രം എഫേർട്ട് എടുത്തിട്ട് ഇവർ കുറയ്ക്കാനുള്ള കൃത്യതയോടുകൂടി ചെയ്യുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ആളുകളെ സംബന്ധിച്ച് ആളുകൾക്ക് കൃത്യമായിട്ടും ഈ പറയുന്ന രീതിയിലേക്ക് റിഡക്ഷൻ ചിലപ്പോൾ ഈ നമുക്കറിയാം GST ബില്ലുകളൊക്കെ കിട്ടുന്ന തരത്തിലേക്കുള്ള മാളുകളിലൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിലേക്കുള്ള റിഡക്ഷൻ ഒക്കെ സംഭവിച്ചേക്കാം. പക്ഷേ താഴെ സാധാരണക്കാരായിട്ട് വാങ്ങിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ രീതിയിലേക്കുള്ള കുറവോ അല്ലെങ്കിൽ ഇതിലുണ്ടായ മാറ്റത്തെ കുറിച്ചോ ആ രീതിയിലേക്ക് ബില്ല് കൊടുത്തിട്ടല്ലല്ലോ സാധാരണ ഇത്തരം സാധനങ്ങളും വസ്തുക്കളും ഒക്കെ വാങ്ങിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ തന്നെ ഈ രീതിയിലേക്ക് കുറവ് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ബഹുഭൂരിപക്ഷം ആളുകളും സാധനം വാങ്ങിക്കുമ്പോൾ കടയിലൊക്കെ പോയിട്ട് സാധനം വാങ്ങിക്കുന്ന സമയത്ത് സാധനം വാങ്ങിയിട്ട് പോവുകയാണ്, അതിന് മുകളിലുള്ള വില കൊടുത്തിട്ടാണ് വാങ്ങിക്കുക. അതിൽ എത്ര കുറഞ്ഞു എന്നോ അതിനകത്തുള്ള വിലക്കുറവിന്റെ അകത്ത് ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് ആ കട്ട് ചെയ്തിട്ടുള്ള എത്രയാണ് GST എന്ന് കൃത്യമായി കാണിച്ചുകൊണ്ടല്ല ഇപ്പോഴും ഉള്ളത്. ശരിക്കും GST വരുന്ന സമയത്ത് ഇത്രയാണ് യഥാർത്ഥ വില, അതിന് മുകളിൽ ഇത്രയാണ് GST ചുമത്തിയിട്ടുള്ളത് എന്ന് കാണിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വിലയല്ല നമ്മൾ ഇപ്പോഴും കാണുന്ന പാക്കറ്റുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ GSTയുടെ കുറവ് ഈ പറയുന്ന രീതിയിൽ എത്രയാണെന്ന തരത്തിലേക്ക് ഇതിൽ മാറ്റാനും ഒരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കാണുന്ന ഈ പറയുന്ന പാക്കേജിന്റെ മുകളൊന്നും അങ്ങനെയല്ല കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പൂർണ്ണ അർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തുമെന്നുള്ളതിനെ കുറിച്ച് സംശയം. വ്യക്തമാണ്. വളരെയധികം നന്ദി.